ഞാൻ ഡോക്ടർ ബെറ്റ്സി ആൻഡോ. ഇന്ന് മഴക്കാലത്ത് കുട്ടികളെ സ്കൂളിൽ അയക്കുമ്പോൾ എന്തൊക്കെ പ്രത്യേകമായി ശ്രദ്ധിക്കണമെന്ന് നോക്കാം. ഒന്ന്, ഇൻഫെക്ഷൻസ് തടയാൻ മുൻകരുതൽ എടുക്കുക. മഴക്കാലത്ത് ഭക്ഷണത്തിലൂടെയും കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലൂടെയും ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്കുമായിട്ട് ഒത്തിരി വൈറൽ ആൻഡ് ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യുകയും ഇൻഫെക്ഷൻസ് വർദ്ധിക്കുകയും ചെയ്യുന്നതായിട്ട് കാണാറുണ്ട്. സ്കൂൾ ഒരു ഹൈ കോണ്ടാക്ട് സെറ്റിംഗ് ആണെന്നത് മറക്കരുത്. കുട്ടികൾക്ക് ഇൻഫെക്ഷൻസിന്റെ സിംറ്റംസ്, ചുമ, പനി, വയറിളക്കം തുടങ്ങിയ ലക്ഷണങ്ങൾ ഉണ്ടായാൽ സ്കൂളിൽ നിന്ന് ലീവ് എടുത്ത് വീട്ടിലിരുത്തി റെസ്റ്റ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. 2, ഹാൻഡ് ഹൈജീൻ. ഭക്ഷണത്തിന് മുൻപും ശേഷവും, ടോയ്ലറ്റിങ്ങിന് ശേഷം, സ്കൂളിലെ പ്ലേ ഓർ ഗ്രൂപ്പ് ആക്ടിവിറ്റീസിന് ശേഷം, സ്കൂൾ വിട്ട് വന്നാലുടൻ വൃത്തിയായി കൈ കഴുകാനായിട്ട് കുട്ടികളെ പരിശീലിപ്പിക്കുക. 3, വെറ്റ് ക്ലോത്ത്സ് സ്കിൻ ഇഷ്യൂസ് ഉണ്ടാക്കുന്നതാണ്. നനഞ്ഞ ഡ്രസ്സും നനഞ്ഞ സോക്സും സ്കിൻ ഫംഗൽ ഇൻഫെക്ഷൻസിന് കാരണമാകുന്നുണ്ട്. അതുകൊണ്ട് കുട്ടികൾക്ക് ഡ്രൈ ചേഞ്ച് ഓഫ് ക്ലോത്ത്സും ഡ്രൈ സോക്സ് ഒക്കെ എൻഷുർ ചെയ്യുക. 4, ബാലൻസ് ഡയറ്റ് ആൻഡ് ഫുഡ് ഹൈജീൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ശരിയായ രോഗപ്രതിരോധത്തിന് പച്ചക്കറികളും ഫ്രൂട്ട്സ് ഒക്കെ അടങ്ങിയ പോഷക സമ്പുഷ്ടമായ ആഹാരം അത്യാവശ്യമാണ്. അതേപോലെ വൃത്തിയാക്കിയ നല്ലവണ്ണം പാചകം ചെയ്ത ഫുഡ് ഐറ്റംസ് യൂസ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. 5, അലർജി, ആസ്മ, ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസിനുള്ള സാധ്യത. ഈർപ്പവും പൂപ്പലും ഒക്കെയുള്ള ഈ കാലാവസ്ഥ ആസ്മാറ്റിക് കുട്ടികൾക്ക് ഒത്തിരി പ്രശ്നമാണ്. അതുകൊണ്ട് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം എന്തെങ്കിലുമൊക്കെ ഇൻഹെയിലറോ അലർജിക്കുള്ള മെഡിക്കേഷൻസോ എടുക്കുന്ന കുട്ടികളാണ് എങ്കിൽ ആ മെഡിക്കേഷൻസ് കൂടെ സ്കൂൾ ബാഗിൽ കരുതാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക.